കുറച്ച് പാട്ടുകൾ പാടിപ്പോകുന്നതിൽ അർത്ഥവുമില്ല, മറിച്ച് ഇവിടെ നിങ്ങൾക്കിഷ്ടമുള്ള പാട്ടുകൾ, കാരണം ആഘോഷം നിങ്ങളുടെ തന്നല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ നിങ്ങളോടൊപ്പം ചേർന്ന് പാടിപ്പോവുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് പാട്ടുകൾ ചോദിക്കാൻ ആരും മടിക്കണ്ട. ഈ വേദിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ആർക്കും വിഷമം തോന്നാൻ പാടില്ല. കാരണം എന്നാലും ഞങ്ങൾ കരുതി വന്ന പാട്ടിലൊന്നും ഒരു പാടിയില്ലാന്ന്. അതുകൊണ്ട് പാട്ടുകൾ ചോദിക്കുക. ഞങ്ങൾക്ക് അറിയാവുന്ന പാട്ടാണെങ്കിൽ ഉറപ്പായിട്ട് പാടും, അറിയില്ല എങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ പാട്ടുകൾ എല്ലാവരും ചോദിക്കാൻ തയ്യാറായിരിക്കുക. തുടക്കത്തിൽ ഞങ്ങൾ ഒന്നിൻ്റെ പാട്ടുകൾ പാടാം, അടുത്ത പാട്ടുകൾ നിങ്ങൾ ഓർത്തോർത്ത് വെച്ച് നിങ്ങളോട് ചോദിക്കുക. അങ്ങനെ നമുക്ക് ചോദിച്ചും പറഞ്ഞുമൊക്കെ മുമ്പോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇപ്പം സത്യമാരി പള്ളിയിൽ പോവുകയാണ്. ഇത് ഓണവുമായിട്ട് ബന്ധമുള്ളൊരു പാട്ട് കൂടിയാണ് കേട്ടോ. പണ്ട് കാലത്ത് ഓണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രദേശത്തെ സ്ത്രീജനങ്ങളെല്ലാവരും ഏതെങ്കിലും ഒരു വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ വട്ടത്തിൽ കൂടിയിരുന്നിട്ട് കളിക്കുന്നൊരു കലാരൂപമുണ്ട്. ആ കലാരൂപത്തിന് പറയുന്ന പേര് പഴുക്കാ കളി എന്നാണ്, വിനോദ കലാരൂപമാണ്. അപ്പോൾ ആ പഴുക്കാ കളിക്ക് പിൻപാട്ടായി പാടുന്നൊരു പാട്ടാണ് പാടാൻ പോകുന്നത്. ആ പാട്ടുമായി എത്തുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ അനന്തു കോയംകുളം. നിരവധി സ്റ്റേജിലൂടെ തൻ്റെ കഴിവ് തെളിയിച്ച കലാകാരനാണ്. ചാനൽ പ്രോഗ്രാമുകളിലൂടെയൊക്കെ പ്രാഗൽഭ്യം തെളിയിച്ച കലാകാരനാണ്. ഞങ്ങളുടെ ഏറ്റവും മികച്ച പെർഫോമറാണ്. അപ്പോൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വേദിക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും അദ്ദേഹത്തോടൊപ്പം കൂടുമെന്ന പ്രതീക്ഷയോടുകൂടി പാട്ടിലേക്ക് എല്ലാവരും ചേർന്ന് നല്ലൊരു കൈകടി തന്നെ. ആദ്യം തന്നെ തുടക്കപ്പെടുന്നു. ഈ നാടിന്റെ ആവശ്യമൊക്കെ കാണിച്ച് എല്ലാവരും ചേർന്ന് കൂവനറിയാവോ? ഒന്ന് കൂവിക്കേ. അടിപൊളി. ഇനി നിറഞ്ഞ മനസ്സോടെ നല്ലൊരു കേടി തന്നെ എല്ലാവരും ചേർന്ന്. ഇനി പാടാൻ പോകുന്ന പാട്ടുകളൊക്കെ നമ്മുടെ പാട്ടുകളാണ്. നമ്മുടെ പാട്ടുകളാണെന്ന് ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ നേരത്തെ കേട്ട ഒട്ടപ്പറ്റ കൈയെടുക്കൽ അപ്പുറത്തേക്ക് നിറഞ്ഞ മനസ്സോടെ എല്ലാവരും ചേർന്ന് പടക്കപ്പെടുന്നൊരു കേടി തന്നെ കേൾക്കട്ടെ. അപ്പോൾ പാട്ടിലേക്ക് പോകാം. പെണ്ണും കൂടി പുത്തഞ്ചറാതെ കുളിക്കാൻ പോലെ, പെണ്ണും കൂടി പുത്തഞ്ചറാതെ കുളിക്കാൻ പോലെ,
എല്ലാരും ചേർന്ന് നല്ലൊരു കടിയുണ്ട്. ഭയങ്കര മടിയാണല്ലോ കൈയടിക്കാൻ. നമുക്ക് സീരിയല് കാണുന്ന രംഗത്തിരിക്കുവാണോ? ആ, സന്തോഷം. പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഉണ്ടോ? തിരുവനന്തപുരം ദൃശ്യകൃതിയുടെ പരിപാടി കാണാൻ ആരും സീരിയല് കാണുന്ന പോലെ ഇരിക്കണ്ട. നമ്മളായി തന്നെ കൂടാടി പാടുക കേട്ടോ. ഇപ്പൊ പിള്ളേരൊക്കെ ഭയങ്കര എനർജിക്കലാണ്. പിള്ളേരുടെ ഒരു പാട്ട് പാടട്ടെ. പാട്ട് ചേച്ചി. ഇവിടെ ഒന്നും അല്ല, വേറെ എങ്ങോട്ട് ലോകത്ത്. സീരിയലിന്റെ കഥ പറഞ്ഞ പോലെ തന്നെ. സീരിയൽ ഏതായാലും കാണാനുള്ളേ ഇല്ലെന്ന്. പിള്ളേരുടെ ഒരു പാട്ട് പാടട്ടെ. പണ്ട് കാലത്ത് ഓണം കളിച്ചിരുന്നൊരു പാട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ. ഏതാണെന്നറിയാവോ? അയ്യോ, അതിനും അറിയത്തില്ലെന്ന്. ഏതാണെന്നറിയാവോ ചേച്ചി? അറിയത്തില്ല. ഞാൻ പാടട്ടെ. പിള്ളേരെല്ലാം കളിക്കാൻ റെഡിയാണോ? കുഞ്ഞുങ്ങളൊക്കെ കളിക്കാൻ റെഡിയാണോ? ചേട്ടൻ്റെ കൂടെ കളിക്കുവോ? പാടുവോ? പാടട്ടെ. കളിക്കത്തില്ലേ? ഞാനും. മോന്റെ പേരെന്തുവാ? അയ്യോ. അപ്പൊ പാട്ടിങ്ങനെയാണ്. ആ കയ്യില് കയ്യിലെ പഴുക്ക മാണിക്കച്ചമ്പഴുക്ക പഴുക്ക, 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 കയ്യിലെ പഴുക്ക മാണിക്കച്ചമ്പഴുക്ക പഴുക്ക, കയ്യിലെ പഴുക്ക മാണിക്കച്ചമ്പഴുക്ക പഴുക്ക. പാട്ട് ഇഷ്ടപ്പെട്ടില്ലേ? നല്ലൊരു കൈഡിയാണ് എല്ലാവരും ചേർത്ത്. പിള്ളേർ ഭയങ്കര പിള്ളേർക്ക് കൊടുത്താൽ നല്ലൊരു കൈഡിയല്ലേ? നിങ്ങളുടെ നാട്ടില് വളർന്നു വരുന്ന കലാകാരന്മാരാണ്. നല്ലൊരു കൈഡി കൂടെ എല്ലാവരും ചേർത്ത്. അടുത്ത പാട്ട് ശ്രദ്ധേയമായ ഒരു പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. നമ്മുടെ ശാസ്താംകോട്ട ജില്ലയിൽ ഞങ്ങൾ എഴുതി ചിട്ടപ്പെടുത്തിയ ഒരു പാട്ടാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ പാട്ടിനൊപ്പം തന്നെ കൂടണം കേട്ടോ. കേട്ടോ? എല്ലാവരും കൈയൊന്ന് പൊട്ടിപ്പിടിച്ച്. കൈയില്ലാത്തവരുണ്ടോ ഇവിടെ? ഇല്ലല്ലോ. എല്ലാവരും കൈയൊന്ന് പൊട്ടിപ്പിടിച്ചാ. ഇവിടെ കൈയില്ല ആർക്കും. ഇവിടെ ഞാൻ അടുത്ത് വരണോ? എല്ലാവരും കൈ പൊട്ടിപ്പിടിച്ചേ. ഇങ്ങനെ നാട്ടിക്ക കൈ ആട്ടിയോ? അടുത്ത പാട്ട് ഇങ്ങനെ 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 ആട്ടണം കേട്ടോ. എല്ലാവരും ചേർന്ന് എന്നിട്ട് നൈസായിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ അടിച്ചോണേ. ഇങ്ങനെ അടിച്ചോണേ. അപ്പൊ പാട്ട് ഇങ്ങനെയാണ്. തന്നനാനേ താനനാനേ തന്നനാനേ തനതനാനേ തന്നനാനേ
കരയോ ചോട്ടിലെ കരയോ പൂമരം പൂത്ത് കിടക്കട്ടെ പച്ചണ്ണ ഒന്നായി പെരുകേ